കോഴിക്കോട്ടേക്കാണ്. കോഴിക്കോട് നഗരമധ്യത്തിൽ വർഷങ്ങളായി അടഞ്ഞുകിടക്കുന്ന പൊതു ശൌചാലയം തുറന്നു നൽകണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം. ടൗൺ പോലീസ് സ്റ്റേഷന്റെ സമീപത്തുള്ള ശുചിമുറിയാണ് പൂട്ടിക്കിടക്കുന്നത്. മാലിന്യം തള്ളാനുള്ള കേന്ദ്രമായി ഈ ശുചിമുറി ഇപ്പോൾ മാറിയിട്ടുണ്ടെന്നാണ് പരാതി. അധികൃതരുടെ ഇടപെടൽ തേടി ഓട്ടോ തൊഴിലാളികളും കച്ചവടക്കാരും അടക്കം ഈ ശുചിമുറിക്ക് മുന്നിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു. അഭിജിത്ത് മുഴക്കുന്നിന്റെ റിപ്പോർട്ട്. ഓട്ടോ തൊഴിലാളികളും കച്ചവടക്കാരും ജനങ്ങളും നിരന്തരം ആവശ്യപ്പെട്ടതിൻ്റെ ഫലമായാണ് ഇവിടെ ഇങ്ങനെയൊരു പൊതു ശൗചാലയം പണി കഴിപ്പിച്ചത്. പക്ഷേ പണി കഴിപ്പിച്ച് വർഷങ്ങൾ ഇതുവരെയായിട്ടും ഇത് ജനങ്ങൾക്കായി തുറന്നു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഇങ്ങനെ മാലിന്യം അടിഞ്ഞുകൂടി ഉപയോഗിക്കാൻ കഴിയാത്ത വിധത്തിൽ ഈ പൊതു ശൗചാലയം ഇങ്ങനെ കിടക്കുകയാണ്. ഇവിടെ ഇപ്പോൾ പ്രദേശവാസികളായിട്ടുള്ള ആൾക്കാരൊക്കെ ഒരു പ്രതിഷേധവുമായി എത്തിയിട്ടുണ്ട്. അവരൊരു പോസ്റ്ററൊക്കെ പതിപ്പിച്ചിട്ടുണ്ട്. ഉദ്ഘാടനം കഴിഞ്ഞിട്ട് വർഷങ്ങളോളമായി അടഞ്ഞുകിടക്കുന്ന പൊതു ശൗചാലയം ഉടൻ തുറന്നു പ്രവർത്തിപ്പിക്കുക, അധികൃതർ കണ്ണു തുറക്കുക എന്നൊരാവശ്യമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. ഒപ്പം തന്നെ ഈ ഓട്ടോ തൊഴിലാളികളും കൂടാതെ കച്ചവടക്കാരും ഒക്കെ ചേർന്ന് ഒരു റീത്തും ഈ ശൗചാലയത്തിൻ്റെ മുൻവശത്തായി സ്ഥാപിച്ചിട്ടുണ്ട്. ദൃശ്യങ്ങളിലേക്ക് പോയാൽ നമുക്ക് കാണാം, നിരവധിയായി മാലിന്യങ്ങൾ കൂടി ഇവിടെ കൊണ്ടുവന്ന് തള്ളുന്നൊരു കാഴ്ചയുണ്ട്. ഇത് എത്രയും പെട്ടെന്ന് ഇത് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഇവിടെയുള്ളവർ ആവശ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇത് ഏകദേശം 8 വർഷത്തോളമായി ഇത് അടങ്ങി കിടക്കുന്ന അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഓട്ടോ മേഖലയിൽ പണിയെടുക്കുന്ന ആൾക്കാർക്ക് ഒരു ശൗചാലയ ഏരിയയിലൊന്നുമില്ല. അടിയന്തരമായിട്ട് അധികാരികൾ ഈ വിഷയം ഏറ്റെടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പക്ഷേ ഇന്ന് കോർപ്പറേഷൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊരു സ്ഥാപനം ഉണ്ടായിട്ട് ജനങ്ങൾക്ക് അതിനെ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. 1000-ലധികം ഓട്ടോറിക്ഷ കോഴിക്കോട് നഗരത്തിൽ മാത്രം ഓടുന്നുണ്ട്. ഈ കൺഫർട്ട് സ്റ്റേഷനിൽ ഇപ്പം വേസ്റ്റുകളൊക്കെ സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. പിന്നെ ഇതിലേക്കുള്ള വാട്ടർ കണക്ഷനും ഇപ്പം ഡിസ്കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എല്ലാവർക്കും ഉപകാരപ്രദമായ രീതിയിൽ ഈ കൺഫർട്ട് സ്റ്റേഷൻ പ്രവർത്തനം വേണം എന്നാണ് ആവശ്യപ്പെടുന്നത്. ലക്ഷങ്ങൾ ചിലവിട്ട് നിർമ്മിച്ച കെട്ടിടമാണിത്. അതാണ് ഇങ്ങനെ ആർക്കും ഒരു ഉപയോഗവുമില്ലാതെ നശിക്കുന്നത്. എത്രയും പെട്ടെന്ന് അധികൃതരുടെ ഒരു ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ഈ നാട്ടുകാരുടെ ആവശ്യം, ഈ പ്രദേശത്തുള്ളവരുടെ ആവശ്യം. അങ്ങനെയാണെങ്കിൽ അവർക്ക്, അതായത് ഈ ഓട്ടോ തൊഴിലാളികളുണ്ട്, ചുമട്ടു തൊഴിലാളികളുണ്ട്, ഒപ്പം തന്നെ കച്ചവട സ്ഥാപനക്കാരുണ്ട്, അവർക്കൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു കംഫർട്ട് സ്റ്റേഷനായി ഇത് മാറുകയും ചെയ്യും. വീഡിയോ ജേർണലിസ്റ്റ് മിജേഷ് അമ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അഭിജിത്ത് മുഴക്കുന്ന്, ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്.